In this lecture, Module 5 Consolidation of Soil, we are going to discuss the third lecture, that is on Consolidation Test. Now in the Consolidation Test, the instrument required is Consolidometer. കൺസോൾട്ടേഷൻ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഇൻസ്ട്രുമെൻ്റ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കൺസോൾഡോമീറ്റർ ആണ്. കൺസോൾഡോമീറ്റർ അല്ലെങ്കിൽ അതിന് ഓഡോമീറ്റർ എന്ന് പറയും. ഈ കൺസോൾട്ടേഷൻ ടെസ്റ്റിനെ ഓഡോമീറ്റർ ടെസ്റ്റ് എന്നും പറയാറുണ്ട്. ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലോഡിംഗ് ഡിവൈസ് ആൻഡ് എ സിലിണ്ടറിക്കൽ കണ്ടെയ്നർ. സിലിണ്ടറിക്കൽ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ സെല്ലാണ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ സെൽ എന്നാണ്. ഒരു ചെറിയൊരു കുഞ്ഞു പാത്രമാണ്. അതിനകത്താണ് നമ്മൾ സോയിൽ എടുത്തു വെക്കാറ്. Then consolidation cell is usually 60 mm diameter and 20 mm thick. സാധാരണ ഉപയോഗിക്കുന്ന കൺസോൾട്ടേഷൻ സെല്ലിൻ്റെ 60 mm അല്ലെങ്കിൽ 6 cm ഡയമീറ്ററും 2 cm ഹൈറ്റുമാണ് ഉണ്ടാവുക. അതല്ലാത്ത അതിൻ്റെ ഡയമീറ്ററും തിക്നെസ്സും കൂടിയ കൺസോൾട്ടേഷൻ സെല്ലുകളും ഉണ്ട്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് 60 mm 20 mm ആണ്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു റിങ്ങാണ് കൺസോൾട്ടേഷൻ സെൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയമീറ്റർ ആണ് 60 mm തിക്നെസ് 20 mm. ഇതിനകത്താണ് നമ്മൾ ആവശ്യമായ കൺസോൾട്ടേഷൻ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ സോയിൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി, എന്ന് വെച്ചാൽ ആ സോയിൽ സാച്ചുറേറ്റ് ചെയ്യുന്ന പോലെ വാട്ടർ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വാട്ടർ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഈ റിങ്ങിനകത്ത് ഫില്ല് ചെയ്യും. അതാണ് കൺസോൾട്ടേഷൻ സെല്ല്. ഇത് റിങ് വീണ്ടും ഈ സെറ്റപ്പിനകത്തോട്ട് എല്ലാ രീതിയിലും യോജിക്കുന്ന രീതിയിൽ അത് ഫില്ല് ചെയ്ത് അത് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇത് ഫിറ്റ് ചെയ്ത ഒരു ഫിഗറാണത്. ഇതിൻ്റെ താഴെ അതിൻ്റെ ഒരു ഒരു കൺസോൾഡോമീറ്റർ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് അതിനകത്ത് സോയിൽ ഉണ്ടാവും. അത് പേസ്റ്റ് രൂപത്തിലുള്ള സോയിലാണ്. ആ സോയിലാണ് നമ്മൾ കൺസോൾട്ടേഷൻ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുക. ഇതിന് അതിൻ്റെ പ്രൊസീജിയർ, കൺസോൾട്ടേഷൻ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ ആദ്യം ചെയ്യേണ്ടത് ഒരു റിങ്ങിനകത്ത് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ സെല്ലിനകത്ത് സോയിൽ പേസ്റ്റ് രൂപത്തിൽ ഫില്ല് ചെയ്യുക. Then transfer the consolidation ring to the loading device. ആ കൺസോൾട്ടേഷൻ സെല്ല് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ റിങ് ലോഡിംഗ് ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ. ഇതാണ് ലോഡിംഗ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് വലത് സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് ലോഡിംഗ് ഡിവൈസ്. ഈ ലോഡിംഗ് ഡിവൈസിൽ ഇവിടെ മേലെ ഇവിടെ കാണിക്കുന്നതാണ് കൺസോൾട്ടേഷൻ റിങ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ സെല്ല് എന്ന് പറയുന്നത്. ആ ഓഡോമീറ്റർ അല്ലെങ്കിൽ കൺസോൾഡോമീറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് സോയിൽ പേസ്റ്റ് ഉണ്ട്. ദെൻ ഇതിനകത്ത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യാൻ ആവശ്യമായ ഒരു അപ്പാരറ്റസ് ആണ് ഈ താഴേക്ക് കാണിക്കുന്ന ഒരു സെറ്റപ്പ്. ഇതിലാണ് ഇവിടെ നമ്മൾ താഴെ ലോഡ് ഇവിടെ സാധാരണ പോലെ വെയിറ്റ് ഇടുക ചെയ്യാം. ആ വെയിറ്റ് ഇതിൻ്റെ മേലേക്ക് ഒരു നോർമൽ ലോഡ് പോലെ ആക്ട് ചെയ്യും. ഇവിടെ കാണിക്കുന്ന ഒരു പിസ്റ്റണൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മേലെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സാച്ചുറേറ്റഡ് സോയിൽ ആകുമ്പോൾ അതിനകത്ത് കൺസോൾട്ടേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കും. കൺസോൾട്ടേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ അതിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. വാട്ടർ പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യുമ്പോൾ സോയിലിൻ്റെ തിക്നെസ് കുറയും. സോയിൽ ഇങ്ങനെ കംപ്രസ് ചെയ്യാൻ തുടങ്ങും. ആ കംപ്രസ് ചെയ്യുന്നത് എത്രയാണെന്നുള്ളത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും മേലെ ഒരു ഡയൽ ഗേജ് കാണിച്ചിരിക്കുന്നത്. ആ ഡയൽ ഗേജിൽ ഈ സോയിൽ എത്രത്തോളം കംപ്രസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കൺസോളിഡേറ്റ് ആവുന്നുണ്ട്, എത്ര തിക്നെസ് കുറയുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം ആ സോയിലിനെ ഒന്ന് സീറ്റിംഗ് ആക്കാൻ വേണ്ടി ഇനിഷ്യലി ഒരു 5 kN/m² ലോഡ് അപ്ലൈ ചെയ്യാം, ഒന്ന് ഫോർ സീറ്റിംഗ്. അതിനുശേഷം ഇനീഷ്യൽ ലോഡ് ഇൻക്രിമെൻ്റ് അപ്ലൈ ചെയ്യാം. ഓരോ ലോഡ് കൊടുത്ത കഴിഞ്ഞാൽ നമ്മൾ ഓരോ സമയത്തും ആ സോയിലിനകത്ത് അനുഭവപ്പെടുന്ന സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ കംപ്രഷൻ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി യൂസ് എ സ്റ്റോപ്പ് വാച്ച്. ഇൻ ദിസ് സെറ്റപ്പ് സോയിൽ നമ്മൾ വെച്ചു, ഇതിനകത്ത് ലോഡ് വെച്ചു എന്ന് വിചാരിക്കുക. ലോഡ് വെച്ചതിൻ്റെ ശേഷം ഓരോ സമയത്തും ഈ കംപ്രഷൻ ഡയൽ ഗേജിലെ റീഡിംഗ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു ടേക്ക് ഡയൽ ഗേജ് റീഡിംഗ് അറ്റ് എ ഡിഫറെൻറ്റ് ഇൻ്റർവൽ ഓഫ് 0.25, 1, 2.5 അങ്ങനെ അതുപോലെ ഇത്രയും മിനിറ്റുകളുടെ റീഡിംഗ് എടുക്കണം. ഈ ഓരോ സമയത്തുമാണ് ഈ കംപ്രഷൻ ഡയൽ ഗേജിലെ റീഡിംഗ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്താൽ സോയിലിനകത്തുള്ള വാട്ടർ പുറത്തേക്ക് എസ്കേപ്പ് ആയിട്ട് സോയിൽ കംപ്രസ് ആവാൻ തുടങ്ങും. ഈ കംപ്രസ് ആവുന്ന കംപ്രഷൻ ആണ് നമ്മൾ ഈ ഡയൽ ഗേജിലൂടെ മെഷർ ചെയ്യുന്നത്. ഇങ്ങനെ ടൈം ഇവിടെ ഈ മിനിറ്റുകൾ സ്പെസിഫൈ ചെയ്യാൻ കാരണം ഈ മിനിറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ അങ്ങനെ എടുക്കാൻ കാരണങ്ങളുണ്ട്. കാരണം ഇത് കഴിഞ്ഞ് കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് മെത്തേഡാണ്. അപ്പോൾ അത് കറക്റ്റ് റൂട്ട് കിട്ടുന്ന ടൈമുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സമയത്ത് ഉള്ള ഇതിനകത്ത് ഡയൽ ഗേജിനകത്ത് കാണിക്കുന്ന കംപ്രഷൻസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് കൺസോൾട്ടേഷൻ ടെസ്റ്റ് ചെയ്യുക. നൗ കൺസോൾട്ടേഷൻ ടെസ്റ്റിൻ്റെ റിസൾട്ടുകൾ.
we have to determine the void ratio for each load increment. നമ്മൾ കൊടുക്കുന്ന ഓരോ ലോഡ് ഇൻക്രിമെൻറ്റിനും ഓരോ ലോഡിനും അവിടെ ഉണ്ടാകുന്ന വോയിഡ് റേഷ്യോ കുറയും. ഓൾറെഡി പറഞ്ഞതാണ് കൺസോൾട്ടേഷനിൽ ലോഡ് വരുന്ന സമയത്ത് അതിൻ്റെ വാട്ടർ എസ്കേപ്പ് ചെയ്ത് പാർട്ടിക്കിൾസ് എല്ലാം അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് വോയിഡ് കുറയും, വോയിഡ് റേഷ്യോ കുറയും. അപ്പോൾ ഇത് എങ്ങനെയാണ് അതിൻ്റെ ഓരോ പോയിന്റിലെയും വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കുക? വി ഹാവ് ടു മെത്തേഡ് ഫോർ ദാറ്റ്. ഒന്ന് ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡ് വഴി വോയിഡ് റേഷ്യോ നമുക്ക് ഓരോ പോയിന്റിലെയും വോയിഡ് റേഷ്യോ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ കൺസോൾട്ടേഷൻ ടെസ്റ്റിന്റെ വേറൊരു റിസൾട്ടാണ് കോഎഫിഷ്യൻ ഓഫ് കൺസോൾട്ടേഷൻ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത്. To determine the coefficient of consolidation, we have two methods. The first one is Taylor's method and second one Casagrande method. Okay, ഈ ഒരു റിസൾട്ടുകൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. Now, determination of void ratio by the first method, that is height of solid method. ഒരു സോയില് അത് കൺസോൾട്ടേഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു തിക്നെസ് ഉണ്ടാവും, ദാറ്റ് ഇസ് കോൾഡ് ഇനീഷ്യൽ തിക്നെസ്. നൗ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ സോയിൽ നിന്ന് വാട്ടർ എസ്കേപ്പ് ചെയ്താൽ തിക്നെസ് ഇനി കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ആ സോയിലിലെ ഹൈറ്റ് ഓഫ് സോളിഡ് എന്ന് പറയുന്നത്, സോളിഡ് എപ്പോഴും ഫിക്സ്ഡ് ആണ്, ഹൈറ്റ് ഓഫ് സോളിഡ് മാറുന്നില്ല. ആ ഹൈറ്റ് ഓഫ് സോളിഡ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വോയിഡ് റേഷ്യോ ബൈ ദ ഇക്വേഷൻ E is equal to H minus HS by HS. Here H is the thickness or height of the soil at any time and HS means it is the height of solid. Now HS ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം by using the equation HS is equal to MS by G rho W into 1 by A, where E is the void ratio, H is the height of the soil at a time, HS is the height of solid and MS is the mass of solid, G is the specific gravity, rho W is the density of water and A is the cross-sectional area of the soil. നമ്മൾ കൺസോൾട്ടേഷൻ റിങ്ങിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 6 ആണ് അതിൻ്റെ ഡയമീറ്റർ വരിക. 60 mm ആണ് ഡയമീറ്റർ, 6 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, ഒരു എക്സാമ്പിൾ നോക്കാം. In one particular example, the initial height of the soil is given, H0 is given as 25 mm, area of the sample is given as 50 centimeter square and volume of the soil is given as 125 ml and the mass of dry soil or mass of the solid is given as 190.24 gram and specific gravity 2.67 and the water content at the last point, that means after the test the water content is 24.94. Now by using this equation we can calculate the void ratio at every point. Now first of all we have to calculate the value of HS. HS is equal to MS by G rho W into 1 by A. All the values are given. So by using this we can calculate the value of HS, that is 14.25. അപ്പോൾ ഈ ഒരു കേസിൽ വാല്യൂ ആണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓരോ കേസിലും നമ്മൾ എത്രയാണോ സോയിൽ എടുക്കുന്നത്, എത്രയാണോ ഇനീഷ്യൽ തിക്നെസ്, അതിനനുസരിച്ച് മാറും. ഇതൊരു എക്സാമ്പിളാണ്. നോ നമുക്ക് HSന്റെ വാല്യൂ കിട്ടി. ഇനി E is equal to H minus HS by HS. അതിൽ HSന്റെ വാല്യൂ 14.25 നമ്മൾ കണ്ടുപിടിച്ചു, ഇതിനകത്ത് കൊടുക്കുക. സോ Hന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് Eന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Hന്റെ വാല്യൂ മാറുന്ന പറഞ്ഞാൽ ഓരോ ലോഡ് ഇൻക്രിമെന്റിലും H ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും, സോയിലിന്റെ തിക്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ വോയിഡ് റേഷ്യോ കുറയാണ്. ആ കുറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനിഷ്യൽ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഹൈറ്റ്, H ഇനിഷ്യൽ ഹൈറ്റ് ഇസ് ഗിവൺ ആസ് 25 mm തന്നിട്ടുണ്ട്. സോ ഇക്വേഷനകത്ത് 25 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിഷ്യൽ വോയിഡ് റേഷ്യോ, ആ ടെസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഇനിഷ്യലി വോയിഡ് റേഷ്യോ വിൽ ബി 0.754. ഈ കേസിൽ 0.754. ഇനി ഓരോ ലോഡ് കൂടുന്നതിനനുസരിച്ചും എങ്ങനെയാണ് ഓരോ പോയിന്റിലെയും വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. സോ ഈ ഒരു ടേബിള് ആ വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇതിനകത്ത് അപ്ലൈഡ് പ്രഷർ ഓരോ ഇൻക്രിമെന്റ് കൊടുത്തിട്ടുണ്ട്, 0, 10, 20, 40, 80 ലൈക്ക് ദാറ്റ്. ആൻഡ് ഓരോ ടൈമിലെയും ഡയൽ ഗേജ് റീഡിങ് അല്ലെങ്കിൽ കംപ്രഷൻ റീഡിങ് എത്രയാണോ അതിനകത്ത് ഉണ്ടാകുന്ന കംപ്രഷൻ തിക്നെസ് കുറയുന്ന ആ റീഡിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് 490, 482 ലൈക്ക് ദാറ്റ്. നൗ അടുത്ത കോളം കാണിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ തിക്നെസ് ആണ്. ചേഞ്ച് തിക്നെസ് പറഞ്ഞാൽ എത്രയാണ് ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇവിടെ നമുക്ക് നോക്കാം, ഡയൽ ഗേജ് റീഡിങ് 490 നിന്ന് 482 ആയി എന്ന് പറഞ്ഞാൽ അവിടെ 8 ആണ് കുറഞ്ഞത്. എന്ന് വെച്ചാൽ അത് MM കൺവേർട്ട് ചെയ്താൽ അതിൻ്റെ ചേഞ്ച് ഇൻ തിക്നെസ് എന്ന് പറയുന്നത് 0.08 ആണ്. അത് കുറയുന്നത് കൊണ്ട് സൈൻ നെഗറ്റീവായി. സോ മൈനസ് 0.08 ആണ് ചേഞ്ച് ഇൻ തിക്നെസ്. അതുപോലെ ഓരോ കേസിലെയും ചേഞ്ച് ഇൻ തിക്നെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
ഏറ്റവും ലാസ്റ്റ് ഇവിടെ 249 നിന്നത് കൂടുക ചെയ്തു 364. അപ്പോൾ ചേഞ്ച് ഇൻ തിക്നെസ് പ്ലസ് ആയി. അങ്ങനെ ഓരോ പോയിന്റിലെയും ചേഞ്ച് ഇൻ തിക്നെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഹൈറ്റ് ഓഫ് ദി സോയിൽ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് എന്നാണ്. ഓരോ സമയത്തും ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിഷ്യലി ഹൈറ്റ് 25 mm ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ തവണയും തിക്നെസ് കുറയില്ല. അപ്പോൾ ആ ഹൈറ്റ് എത്ര ആവുകയാണ്, എത്ര ഹൈറ്റാണ് കുറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം 25 ആയി, പിന്നെ അവിടെ ചേഞ്ച് ഇൻ തിക്നെസ് 0.08 ആണെന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞു. അപ്പോൾ 25 നിന്ന് 0.08 കുറച്ചാൽ അപ്പോൾ ഉള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 24.92, 0.08 കുറഞ്ഞു. അങ്ങനെ ഓരോ തവണയും ആ ഹൈറ്റ് കുറയുന്നത് നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഹൈറ്റ് അറ്റ് ഈച്ച് പോയിന്റ്. അങ്ങനെ ഓരോ പോയിന്റിലേയും നമുക്ക് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ഫൈനൽ ഹൈറ്റ് ആസ് 23.74 എന്ന് കിട്ടും. ഇനി H മൈനസ് എച്ച് എസ്, ഈ H മൈനസ് എച്ച് എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കാരണം നമുക്ക് E0 കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ E കണ്ടുപിടിക്കാൻ, വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ H മൈനസ് എച്ച് എസ് വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഓരോ ടൈമിലുള്ള H മൈനസ് എച്ച് എസ് വാല്യൂ കണ്ടുപിടിച്ചത്. H ഓൾറെഡി ഇവിടെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് ഇനിഷ്യൽ എച്ച് എസ് ഹൈറ്റ് ഓഫ് സോളിഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 14.25 എന്നുള്ളത്. അപ്പോൾ അത് കുറച്ചിട്ടുണ്ടെങ്കിൽ ഈ വാല്യൂ നിന്ന് എച്ച് എസ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ പോയിന്റിലെയും H മൈനസ് എച്ച് എസിൻ്റെ വാല്യൂ കിട്ടും. ഇനി ഓരോ പോയിന്റിലെയും ഓരോ ലോഡ് ഇൻക്രിമെൻറ്റിൻ്റെയും ഈ വാല്യൂ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് മുമ്പ് പറഞ്ഞ ഈക്വേഷൻ E=H മൈനസ് എച്ച് എസ് ബൈ എച്ച് എസ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഇനിഷ്യൽ വോയിഡ് റേഷ്യോ 0.754 എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. H മൈനസ് എച്ച് എസ് ബൈ എച്ച് എസിലെ ഇനിഷ്യൽ ഹൈറ്റ് 25 ആണ്. 25 മൈനസ് 14.25 ബൈ 14.25 എന്ന് ചെയ്താൽ 0.754 കിട്ടും. അതുപോലെ രണ്ടാമത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ H മൈനസ് എച്ച് എസ് ബൈ എച്ച് എസ് ആണ്. അപ്പോൾ H മൈനസ് എച്ച് എസ് ആണ് 10.67 വരും. ഡിവൈഡ് ബൈ എച്ച് എസ് എന്ന് പറയുന്നത് 14.25 ആണ്. അപ്പോൾ 10.67 ഡിവൈഡ് ബൈ 14.25 ചെയ്താൽ 0.74 അങ്ങനെ കിട്ടും. അങ്ങനെ ഓരോ പോയിന്റിലെയും വോയിഡ് റേഷ്യോ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡ് വഴി വോയിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി വോയിഡ് റേഷ്യോ ഡിറ്റർമിൻ ചെയ്യാൻ രണ്ടാമത്തെ മെത്തേഡാണ് ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിൽ വി ഹാവ് എ റിലേഷൻ ΔH/H ΔE/1 E എന്നുള്ളതാണ്. കൺസോളിഡേഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ തിക്നെസ് ടോട്ടൽ തിക്നെസ് ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ ബൈ 1 + വോയിഡ് റേഷ്യോ എന്നുള്ള ഒരു റിലേഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എന്നുള്ള വാല്യൂ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോയിൽ നിന്ന് വോയിഡ് റേഷ്യോ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വേഷനിൽ ΔH എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഹൈറ്റ് ആണ്, ΔE എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ, E എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വോയിഡ് റേഷ്യോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ എക്സാമ്പിൾ ഇനിഷ്യൽ ഹൈറ്റ് ഈസ് ഗിവൺ ആസ് 25 mm ആൻഡ് ഏരിയ ഓഫ് ദ സോയിൽ സാമ്പിൾ ഈസ് ഗിവൺ ആസ് 50 cm². Volume of sample is given as 125 ml and the mass of the solid that is given as 190.24 gram. Specific gravity as 2.67 and water at the last point that is 24.94. Now at the last case we can determine the void ratio as E is equal to WG equal to S. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വോയിഡ് റേഷ്യോ അറ്റ് ലാസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. E is equal to WG എന്ന് വരും, കാരണം എസിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് സാച്ചുറേറ്റഡ് സോയിലാണ്. സോ ഇതിൽ ലാസ്റ്റ് പോയിന്റിലെ വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് 24.94, ജീൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് E is equal to 0.666 എന്ന് കിട്ടും. നൗ ലാസ്റ്റ് പോയിന്റിലെ ഹൈറ്റ് HI എന്ന് പറഞ്ഞാൽ 23.74. ഒക്കെ നമ്മൾ ചെയ്തു, നമുക്ക് കാണാം ഇവിടെ നേരത്തെ ചെയ്ത മെത്തേഡിനകത്ത് നമുക്ക് കാണാം ഇവിടെ ലാസ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ H എന്ന് പറയുന്നത് 23.74 ആണ്. അപ്പോൾ ലാസ്റ്റ് ഹൈറ്റ് 23.74 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ΔE is equal to 1 + E last by H last into ΔH. ഇങ്ങനെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇങ്ങനെ മാറ്റിയെടുക്കാം. അതിൽ നിന്ന് ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഓരോ തവണത്തെയും ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ ΔE is equal to 1 + E last നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 0.666 ഡിവൈഡ് ബൈ 23.74 into ΔH. അപ്പോൾ ഇത് ഓരോ കേസിലും അപ്ലൈ ചെയ്താൽ ഓരോ പോയിന്റിലെയും ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ കിട്ടും. ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ നമുക്കറിയാം, ലാസ്റ്റ് വോയിഡ് റേഷ്യോ അറിയാമെങ്കിൽ അതിൻ്റെ മേലേക്കുള്ള വോയിഡ് റേഷ്യോകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ആദ്യം പറഞ്ഞ ഒബ്സർവേഷൻസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതേ കേസ് തന്നെയാണ്. ഓരോ പ്രഷർ ഇൻക്രിമെൻറ്റിലെയും ഡയൽ ഗേജ് റീഡിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഡയൽ ഗേജ് റീഡിങ്ങിൽ നിന്ന് കറസ്പോണ്ടിങ് ആയുള്ള ചേഞ്ച് ഇൻ തിക്നെസ് ΔH നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ΔH കിട്ടിയാൽ H എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഹൈറ്റ് ആണ്. ഇപ്പോഴുള്ള ഹൈറ്റ് ആദ്യത്തെ ഹൈറ്റ് 25 ആണ്. അതിൽ നിന്ന് ഓരോന്നും നമുക്ക് കുറച്ച് നമുക്ക് ഓരോ പോയിന്റിലെയും
തിക്നെസ് അല്ലെങ്കിൽ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം ലാസ്റ്റ് തിക്നെസ് 23.74 ആണ്, നമ്മൾ നേരത്തെ കണ്ടു. ഇനി ഡെൽറ്റ ഇ കാൽക്കുലേറ്റ് ചെയ്യാൻ, ചേഞ്ച് ഇൻ വോൾട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ കണ്ട ഈ ഇക്വേഷനിലെ ഡെൽറ്റ ഇ ഈക്വൽ ടു 1 പ്ലസ് 0.666 ഡിവൈഡ് ബൈ 23.74 ഇൻറ്റു ഡെൽറ്റ എച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ചാൽ ഓരോ പോയിന്റിലെയും ഡെൽറ്റ ഇ ചേഞ്ച് ഇൻ വോൾട്ട് റേഷ്യോ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തത് ഡെൽറ്റ ഇ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിൽ 1 പ്ലസ് 0.666 ഡിവൈഡ് ബൈ 23, ഇങ്ങനെ ആ കേസിൽ ഡെൽറ്റ എച്ച് ഉപയോഗിക്കുക. അങ്ങനെ ഓരോ കേസിനും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ വോൾട്ട് റേഷ്യോ കിട്ടും. ഇനി ചേഞ്ച് ഇൻ വോൾട്ട് റേഷ്യോ കിട്ടിയാൽ ഓരോ പോയിന്റിലെയും വോൾട്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ നോക്കാം. ലാസ്റ്റ് വോൾട്ട് റേഷ്യോ 0.666 എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ ഈ ഇക്വേഷനിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് മുമ്പുള്ള വോൾട്ട് റേഷ്യോ കിട്ടണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ഈ കേസിൽ ഈ ഒരു വോൾട്ട് റേഷ്യോ നമുക്ക് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. ഈ 0.58 എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നായിരിക്കാം, അത് കണ്ടുപിടിക്കണം. പക്ഷേ ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.66. ഇവിടെ ഇതിലെ ചേഞ്ച് എന്തൊക്കെ, ഈ സെക്കൻഡ് ലാസ്റ്റും തമ്മിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് പ്ലസ് 0.081 എന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ലാസ്റ്റിലേക്ക് ഈ ചേഞ്ച് ആഡ് ചെയ്താൽ ലാസ്റ്റ് കിട്ടും. സോ 0.585ലേക്ക് പ്ലസ് 0.081 ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 0.666. അത് നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാൽ ആ വാല്യൂ കിട്ടും. അതേപോലെയാണ് അപ്പോൾ ഇതിന് മുമ്പുള്ള വാല്യൂ, അപ്പോൾ 0.585ന് മുമ്പുള്ള വാല്യൂ കിട്ടാൻ വേണ്ടി ആ വാല്യൂവും ഇവിടെയുള്ള ചേഞ്ച് എന്ന് പറയുന്നത് -0.032 ആണ്, അതും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ആ വാല്യൂ -0.032 ഈക്വൽ ടു 0.58 വരും. അങ്ങനെ നമുക്കിത് ഓരോ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ചേഞ്ച് ഇൻ വോൾട്ട് റേഷ്യോ വഴി ഓരോ പോയിന്റിലെയും വോൾട്ട് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കൺസോളിഡേഷൻ ടെസ്റ്റിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കോയിഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ ആണ്. കോയിഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, CV ആണ്. റേറ്റ് ഓഫ് കൺസോളിഡേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. ഈ കോയിഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ടൈലേഴ്സ് മെത്തേഡാണ്, രണ്ടാമത്തെ മെത്തേഡ് കസഗ്രാൻഡെ മെത്തേഡാണ്. അപ്പോൾ ഈ ഓരോ മെത്തേഡ് വഴിയും എങ്ങനെയാണ് കോയിഫിഷ്യന്റ് ഓഫ് കൺസോളിഡേഷൻ കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ മെത്തേഡ് ടൈലേഴ്സ് മെത്തേഡ്. ഈ ടൈലേഴ്സ് മെത്തേഡിനെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്ക്വയർ റൂട്ട് ഓഫ് ടൈം ഫിറ്റിംഗ് മെത്തേഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ടൈമിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്ക്വയർ റൂട്ട് ഓഫ് ടൈം ഫിറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈലേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ടൈം ഫിറ്റിംഗ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്കതിൽ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ കൺസോളിഡേഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഓരോ ടൈമിലെയും ഡയൽ ഗേജ് റീഡിംഗ് ആണ് ഒബ്സർവേഷൻ ഉണ്ടാവുക. നമ്മൾ നേരത്തെ ഒരുപാട് ടൈം കണ്ടു, 0.25, 1 അങ്ങനെ ഒരുപാട് ടൈം കണ്ടു. ഈ ഓരോ ടൈമിലെയും കറസ്പോണ്ടിങ് ഡയൽ ഗേജ് റീഡിംഗ് ഉണ്ടാവും. അത് രണ്ടും നമ്മളൊരു ഗ്രാഫിൽ വരക്കണം. അപ്പോൾ ഡ്രോ ദി കർവ് വിത്ത് സ്ക്വയർ റൂട്ട് ഓഫ് ടൈം ഓൺ ആപ്സിസ്. ആപ്സിസ് എന്ന് പറഞ്ഞാൽ എക്സാക്സ് ആണ്. എക്സാക്സിസിൽ നമ്മൾ എടുത്ത ടൈമിൻ്റെ റൂട്ടാണ് എടുക്കേണ്ടത്, റൂട്ട് ടൈം എടുക്കുക. ആൻഡ് വൈ ആക്സിസ് എന്ന് പറയുന്നത് ഡയൽ ഗേജ് റീഡിംഗ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരിക, വൈ ആക്സിസ് ഡയൽ ഗേജ് റീഡിങ്ങും എക്സ് ആക്സിസ് എന്ന് പറയുന്നത് റൂട്ട് ടൈം എടുക്കുക. ഇങ്ങനെ നമ്മൾ ആ പോയിന്റ്സ് ഉപയോഗിച്ച് ഗ്രാഫ് വരച്ചാൽ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിലെ ഈ പോയിന്റ് മീറ്റ് ചെയ്യുന്ന 0 ടൈമിലെ ഇതാണ് ഇനിഷ്യൽ റീഡിംഗ് എന്ന് പറയുന്നത് RI. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിലെ ഈ ഗ്രാഫിൽ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ ഉണ്ടാവും. ആ സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക, ഈ വൈയിലേക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന പോയിന്റ് ആണ് കറക്റ്റഡ് 0 റീഡിംഗ് R0 എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി കറക്റ്റഡ് 0 റീഡിംഗ്. നമ്മൾ എടുക്കുന്ന റീഡിംഗ് അതിനകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ, എററുകൾ ഉണ്ടാവും. അത് ഇനിഷ്യൽ റീഡിംഗ് ആണ്. അതിൽ നിന്ന് കറക്റ്റഡ് 0 റീഡിംഗ് കണ്ടുപിടിക്കാൻ ഈ കർവിലെ സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് R0, കറക്റ്റഡ് 0 റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് ഇത്രയും ഇനിഷ്യൽ കറക്റ്റഡ് 0 റീഡിംഗ് വരെ കിട്ടി. ഇനി ചെയ്യേണ്ടത് ഡ്രോ ദി സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ദി കറക്റ്റഡ് 0 റീഡിംഗ്. ഇവിടെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ, ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഈ ദൂരം വൈ ആക്സിൽ നിന്നുള്ളൊരു ദൂരം അളക്കുക. അത് എക്സാന്ന് വിചാരിക്കുക. ഈ എക്സിനെ 1.15 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ദൂരം നമ്മൾ മാർക്ക് ചെയ്യുക. ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആ ദൂരം എന്ന് പറയുന്നത് 1.15x ആണ്. നേരത്തുള്ള ദൂരത്തിന്, ഇപ്പോൾ നേരത്തെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇൻറ്റു 1.15 എന്ന് ഗുണിക്കുക. ആ ദൂരം ഇവിടുന്ന് മാർക്ക് ചെയ്ത് കിട്ടുന്ന പോയിന്റ് ആണിത്. ഈ പോയിന്റും കറക്റ്റഡ് 0 റീഡിങ്ങും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ലൈന് വരയ്ക്കുക. അപ്പോൾ നമ്മൾ R0യും ഈ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈന് വരയ്ക്കും. ഇങ്ങനെ ഒരു ലൈന് വരയ്ക്കും. ഇങ്ങനെ ഒരു ലൈന് വരച്ചാൽ
ആ ലൈന് റെപ്രസെൻറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 90% കൺസോൾട്ടേഷന് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ ഈ പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ സോയില് 90% കൺസോൾട്ടേറ്റ് ആയ സമയമാണ്. അപ്പോൾ ഇതിന് നേരെ വരുന്ന ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 90% കറസ്പോണ്ടിങ് ആയ ടൈമാണ്. പക്ഷെ ഇവിടെ റൂട്ട് ആയതുകൊണ്ട് ഇറ്റ് ഈസ് റൂട്ട് T90 എന്ന് വരും. ഇത് 90% കറസ്പോണ്ടിങ് ടൈമിൻ്റെ റൂട്ടാണ് ഇവിടെ കാണിക്കുക. ഓക്കെ, ഇനി ഇത്രയും ആയത് നമുക്ക് ആ റൂട്ട് T90 കിട്ടി. ഇനി നമുക്ക് ഇവിടെ 90% കൺസോൾട്ടേഷൻ്റെ ടൈം കിട്ടി. അപ്പോൾ ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ 90 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. അതിൽ നിന്ന് ടൈം ഫാക്ടർ TB നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ബൈ ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ എന്ന് പറയുന്നത് 90% ആവും. സോ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് TB ഈക്വൽ ടു 0.848 എന്നാവും. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് CV. നമ്മൾ മുമ്പ് പറഞ്ഞ ഇക്വേഷൻ്റെ TVD²/T എന്നുള്ളത്. അവിടെ TB എന്നുള്ള വാല്യൂ 0.848 ആവും. T എന്നുള്ളത് 90% T. ഇവിടെ കിട്ടിയ ടൈമിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് CV ഈക്വൽ ടു 0.848 H²/T90 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു സോയിലിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ടൈം മെത്തേഡ് അല്ലെങ്കിൽ ടൈലേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഗ്രാഫിൽ RI റെപ്രസെൻ്റ് ചെയ്യുന്ന ഇനിഷ്യൽ റീഡിംഗ് ആണ്, R0 എന്ന് പറയുന്ന കറക്റ്റർ റീഡിംഗ് ആണ്. ഇനി ഇവിടെ ഇത് റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ ഇത്രയും 90 ആണെങ്കിൽ ഇത് 100% കൺസോൾട്ടേഷൻ അവിടെ കാണിക്കുന്നത്. ദിസ് ഈസ് ദി ഫൈനൽ റീഡിംഗ്. അപ്പോൾ ഇതിൽ ഇത്രയും നമ്മളെടുത്ത റീഡിങ്ങും കറക്റ്റർ റീഡിങ്ങും തമ്മിലുള്ളതാണ് ഇനിഷ്യൽ കംപ്രഷൻ. നമ്മൾ കൺസോൾട്ടേഷനെ 3 തിരിച്ചിരുന്നു. ഇനിഷ്യൽ കൺസോൾട്ടേഷൻ, പ്രൈമറി കൺസോൾട്ടേഷൻ ആൻഡ് ടെർഷറി, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇത്രയും പോർഷനാണ് ഇനിഷ്യൽ കംപ്രഷൻ ഉണ്ടാവുക. ദെൻ R0 മുതൽ R100 വരെയാണ് പ്രൈമറി കൺസോൾട്ടേഷൻ. R100ന് ശേഷം ഉണ്ടാവുന്നതാണ് സെക്കൻഡറി കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ടൈലേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി വി ക്യാൻ യൂസ് ദ സെക്കൻഡ് മെത്തേഡ്, ദാറ്റ് ഈസ് കസഗ്രാൻഡെ മെത്തേഡ് അല്ലെങ്കിൽ ലോഗ് ഫിറ്റിംഗ് മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് വി ഹാവ് ടു ഡ്രോ ദി കർവ്. നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഒരു കർവ് വരയ്ക്കണം. യൂസിങ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ലോഗ് ടൈമാണ്. എക്സ് ആക്സിസ് ലോഗ് സ്കെയിലാക്കി എടുക്കുക. അപ്പോൾ സെമി ലോഗിലാണ് ഈ ഗ്രാഫ് വരയ്ക്കേണ്ടത്. വൈ ആക്സിസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡയൽ ഗേജ് റീഡിങ്. അപ്പോൾ ഡയൽ ഗേജ് റീഡിങ് വൈ ആക്സിസും എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ ടൈമാണ്. അപ്പോൾ ലോഗ് സ്കെയിൽ, അപ്പോൾ ഇത് സെമി ലോഗ് ഗ്രാഫാണ്. അങ്ങനെ നിങ്ങളൊരു കർവ് വരച്ചാൽ ആ കർവിൻ്റെ ഷേപ്പ് ഈ രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഇനിഷ്യൽ റീഡിങ് RI ആ ഫസ്റ്റ് പോയിന്റ് ആണ്. നമുക്കിനി ചെയ്യേണ്ടത് ഇതിലെ R0 അല്ലെങ്കിൽ കറക്റ്റർ റീഡിങ് കണ്ടുപിടിക്കണം. അതിന് ചെയ്യേണ്ടത് ഈ കർവിലെ ആദ്യത്തെ കർവ് പോർഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു. ഇതിന് നേരെയുള്ള ടൈം എന്ന് പറഞ്ഞ് ഒരു T ആണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഒരു ടൈം വിളിക്കാം. ആ ടൈമിനെ 4 കൊണ്ട് ഗുണിച്ച 40, നമ്മൾ ഇവിടുന്ന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ഇവിടെ കണ്ടെത്തുക. യു വിൽ ഗെറ്റ് 40. ആ 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മേലെ ഗ്രാഫിൽ വരുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ഗ്രാഫിൽ മേലുള്ളൊരു പോയിന്റ്, ആദ്യത്തെ കർവ് പോർഷനിലൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അതിന് നേരെയുള്ള ടൈമാണ് T. ആ ടൈമിനെ 4 കൊണ്ട് ഗുണിക്കുക, 40 ചെയ്യുക. യു വിൽ ഗെറ്റ് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. 4 ടൈംസ് T എവിടെ നോക്കുക, ആ പോയിന്റ് കണ്ടുപിടിക്കുക. അതിൽ കറസ്പോണ്ടിങ് ആയുള്ള പോയിന്റ് ഗ്രാഫിൽ കണ്ടുപിടിക്കുക. ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഹൈറ്റ്, ഇതിന് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുക, ഗ്രാഫിൽ മെഷർ ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് A ആണെന്ന് വിചാരിക്കാം. ഈ ഡിസ്റ്റൻസ് മേലുള്ള പോയിന്റിനെ മേലേക്ക് നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ ഇതിനെ മേലേക്ക് അത്രയും ദൂരം മേലേക്ക് വരച്ചെടുക്കുക. അതിലൂടെ പോകുന്ന ലൈന് വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് കറക്റ്റഡ് 0 റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റഡ് 0 റീഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ കറക്റ്റഡ് 0 റീഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി നമുക്ക് ഇനിയിൽ നിന്ന് കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇവിടെ ഈ രണ്ടാമത്തെ താഴ്ഭാഗത്തുള്ള കർവിലെ സ്ട്രെയിറ്റ് പോർഷൻ, ഇവിടെ ഒരു സ്ട്രെയിറ്റ് പോർഷൻ ഉണ്ട്, ഇവിടെയും ഒരു സ്ട്രെയിറ്റ്, ആ സ്ട്രെയിറ്റ് പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സ്ട്രെയിറ്റ് പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ വരും, രണ്ടാമത്തെ സ്ട്രെയിറ്റ് പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് 100% കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് മീറ്റ് ചെയ്യുന്ന ഇത് 100% കൺസോൾട്ടേഷന് കറസ്പോണ്ടിങ് ആയുള്ള വാല്യൂ. അപ്പോൾ നമുക്ക് 0 റീഡിങ് കിട്ടി, 100% വാല്യൂ കിട്ടി. ഇനി ചെയ്യേണ്ടത് ഇതിൽ നിന്ന് 50% കൺസോൾട്ടേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് ചെയ്യേണ്ടത് 0 റീഡിങ്ങും 100% റീഡിങ്ങും തമ്മിലുള്ള ദൂരം അളന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക.
അതാണ് 50% കൺസോൾട്ടേഷൻ. അപ്പോൾ ഇത് ഇത്രയും ദൂരം നമ്മൾ പകുതി എടുത്താൽ ഇതാണ് ആ പകുതി വരിക. ഇത് 50% കൺസോൾട്ടേഷന് തുല്യമായ റീഡിംഗ് ഉണ്ടാവാം. അതിന് നേരെയുള്ള ടൈം എന്ന് പറയുന്നത് 50% കൺസോൾട്ടേഷൻ്റെ ടൈമാണ്, T50 എന്ന്. അപ്പോൾ നമുക്ക് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ 50യും അതിന് നേരെയുള്ള ടൈം T50യും കിട്ടി. ആ രണ്ടും കിട്ടിയാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദി കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ. നമുക്ക് യു എന്ന് പറയുന്നത് 50% ആണെങ്കിൽ ബൈ യൂസിങ് ദ റിലേഷൻ TB = π/4 × U/100 സ്ക്വയർ, ഈ ഒരു TB ഇക്വേഷൻ ഉപയോഗിച്ചാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദി വാല്യൂ TB 0.196 എന്ന് കിട്ടും. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് CV = 0.196 h²/T50. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് കസഗ്രാൻഡെ മെത്തേഡ് അല്ലെങ്കിൽ ലോഗ് ഫിറ്റിംഗ് മെത്തേഡ് വഴി കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ കണ്ടുപിടിക്കുന്നത്. So in the third lecture on module 5 consolidation, we have discussed the consolidation test and how to do the procedure. എങ്ങനെയാണ് കൺസോൾട്ടേഷൻ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കൺസോൾട്ടേഷൻ ടെസ്റ്റ് റിസൾട്ടുകൾ, ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യം, അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. ഡിറ്റർമിനേഷൻ ഓഫ് വോയിഡ് റേഷ്യോ, 2 മെത്തേഡ് ഉണ്ട് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ, ഹൈറ്റ് ഓഫ് സോളിഡ് മെത്തേഡും ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡും. പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു, ബൈ ടേലേഴ്സ് മെത്തേഡ് ആൻഡ് ബൈ കസഗ്രാൻഡെ മെത്തേഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൂന്നാമത്തെ ലെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇത്രയാണ് മൊഡ്യൂൾ 5 കൺസോൾട്ടേഷൻ എന്നുള്ളൊരു ടോപ്പിക് ഇത്രയാണ്. ഓക്കെ, താങ്ക് യു.